വിദ്വേഷ പരാമർശ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന PC ജോർജ് ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നു. ജോസിൽ സെബാസ്റ്റ്യൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജോസിലെ കഴിഞ്ഞ ദിവസം തന്നെ കീഴടങ്ങുമെന്ന PC ജോർജ് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലുള്ള കീഴടങ്ങൽ? വിനീഷ, ഇപ്പോൾ PC ജോർജ് നേരത്തെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും എന്നാണ് പോലീസിനെ അറിയിച്ചിരുന്നത്. എന്നാൽ തീരുമാനം പെട്ടെന്ന് BJP മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ BJP നേതൃത്വം വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് PC ജോർജ് പോലീസിന് ഇന്ന് 10 മണിയോടുകൂടി പോലീസിന് മുമ്പിൽ ഹാജരാകും എന്നാണ് അറിയിച്ചിരുന്നത്. നേരത്തെ ഹൈക്കോടതി PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഒരു ദീർഘകാലം MLA ആയിരുന്ന ആൾ ഇത്തരത്തിൽ നിരവധി തവണയായി ഇപ്പോൾ ഇത്തരത്തിലുള്ള മതവിദ്വേഷ പ്രസംഗങ്ങൾ ആവർത്തിക്കുകയാണ്. നിരവധി തവണ ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്ത് കോടതിയുടെ അടക്കം നിരീക്ഷണത്തിൽ ഉള്ളയാളാണ് ഈ PC ജോർജ്. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം നിയമം അറിയാവുന്ന ആളാണ്. നിയമസഭാ അംഗമായി 30 വർഷത്തോളം ഏകദേശം ദീർഘകാലം പ്രവർത്തിച്ച ഒരാൾക്ക് ഇത്തരത്തിൽ തുടർച്ചയായ അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണ് ഹൈക്കോടതി എടുത്തത്. അതിനെ തുടർന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. അതിനെ തുടർന്ന് ഇന്ന് 10 മണിക്ക് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും എന്നുള്ളതാണ് ഈ PC ജോർജിന്റെ കുടുംബവും എല്ലാം അറിയിച്ചിരുന്നത്. എന്നാൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന PC ജോർജ് ഇന്നിപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ ഹാജരാകും എന്നുള്ളതാണ് BJP നേതാക്കൾ വ്യക്തമാക്കുന്നത്. വിനീഷ. ശരി, ജോസിൽ സെബാസ്റ്റ്യനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. വിദ്വേഷ പരാമർശ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന PC ജോർജ് ഈരാറ്റുപേട്ട കോടതിയിൽ അല്പസമയത്തിനകം തന്നെ കീഴടങ്ങും. കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന്, മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് PC ജോർജിന്റെ കീഴടങ്ങൽ. ജോസിൽ സെബാസ്റ്റ്യൻ തുടരുന്നുണ്ട്. ജോസിൽ, നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ ആയിരുന്നു മുസ്ലിം സമൂഹത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശം PC ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഒടുവിൽ കേസ് കോടതിയിലെത്തുമ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുന്നു PC ജോർജ്. പക്ഷേ ആ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുന്ന ഒരു നിലയുണ്ടായി. ഇതിനെ തുടർന്നാണ് അറസ്റ്റിലേക്കുള്ള നടപടികളിലേക്ക് പോകുന്നത്. ഇന്ന് രാവിലെ തന്നെ PC ജോർജിന്റെ ഈരാറ്റുപേട്ടയിലെ പൂഞ്ഞാറിലുള്ള വീട്ടിൽ പോലീസ് എത്തിയിരുന്നു. അപ്പോൾ PC ജോർജ് ഒളിവിൽ പോയി എന്ന തരത്തിലുള്ള വിശദാംശങ്ങളാണ് നമുക്ക് പുറത്തേക്ക് വന്നത്. തീർച്ചയായും വിനീഷ, ഗുരുതരമായ കാര്യങ്ങളാണ് പോലീസ് ഇട്ടിരിക്കുന്ന FIR-ൽ പറയുന്നത്. പ്രധാനമായും 196(1)A 299 BNS ഭാരതീയ ന്യായ സംഹിത പ്രകാരവും ആണ്. അതുപോലെ 120(O) ആക്ട് പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ ഒരു ചാനൽ ചർച്ചയിൽ ഗുരുതരമായ പരാമർശങ്ങളാണ് PC ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് നമുക്കറിയാം. ഒരു അന്യമത വിദ്വേഷം ആണ് PC ജോർജ് ആ ചാനൽ ചർച്ചയിൽ പ്രകടമാക്കിയത്. അത് ഒരു ദീർഘകാലം കേരളത്തിന്റെ നിയമസഭാ അംഗമായിരുന്ന ഒരാളുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായത് ഒരിക്കലും സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്നതല്ല, ഈ നിയമവ്യവസ്ഥയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് ഈ കോടതി. വ്യക്തമാണ്.